നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ബാലകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കർക്കിടക വാവുബലി ദിനത്തിൽ നിലാതീരത്തും മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. ഷൊർണൂർ ശാന്തി തീരം ട്രസ്റ്റ് ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലും പള്ളിമണ്ണ ശിവക്ഷേത്രത്തിലും പാലക്കാട് നടരാജഗിരി ക്ഷേത്രത്തിലും മുണ്ടത്തിക്കോട് കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലും നിരവധി ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലഞ്ചിറയിൽ സംഘം ചേർന്ന് മത്സ്യകൃഷി നടത്തുന്ന കർഷകർക്ക് അടിയന്തര പോലീസ് സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. മത്സ്യകൃഷിക്കായി നൽകിയ പാട്ടക്കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം വടക്കാഞ്ചേരി മുൻസിഫ് കോടതി സ്റ്റേ ചെയ്തു. പഞ്ചായത്തിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കാവാലഞ്ചിറ ഗ്രൂപ്പ് മത്സ്യ കർഷകർ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടൽ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി സംഘടിപ്പിച്ച കണക്ട് ആൻഡ് വിൻ സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വിതരണം ചെയ്തു. തൃശൂർ പൂത്തോളിലെ കേരള വിഷൻ ആസ്ഥാന മന്ദിരമായ TCV ടവറിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് വിജയിയായ വടക്കാഞ്ചേരി കാക്കത്തുരുത്തിൽ വീട്ടിൽ ജിസയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ താക്കോൽ കൈമാറി. വരവൂരിൽ വീട്ടുപറമ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വരവൂർ ഹൈസ്കൂളിന് പിൻവശം മേച്ചേരി വീട്ടിൽ നാരായണൻ നായരുടെ ഭാര്യ 69 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുന്നതിനിടെ അബദ്ധത്തിൽപ്പെട്ട് കിണറ്റിൽ വീണതാണെന്നാണ് പ്രാഥമിക നിഗമനം. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.